Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് 10ാം ക്ലാസ്സിൻ്റെ 2015 നവീകരിച്ചിട്ടുള്ള പാഠപുസ്തകത്തിലെ മലയാളത്തിൻ്റെ കേരള പാഠാവലിയുടെ ആദ്യ ഭാഗത്തിലെ ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ ആശയമാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. കേരള പാഠാവലിയിലെ ആദ്യത്തെ പാർട്ടിൽ 5 യൂണിറ്റാണുള്ളത്. ആദ്യത്തെ യൂണിറ്റ് എന്നത് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ്. അതിലെ ആദ്യത്തെ പാഠഭാഗമാണ് നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കഥകൾ അതിമോഹനം എന്ന പാഠഭാഗമാണ്. അപ്പോൾ യൂണിറ്റിൻ്റെ പേര് നോക്കുക, ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ്. അപ്പോൾ ഈ യൂണിറ്റിൽ ഭാഷയുടെ പ്രത്യേകത, സംസ്കാരത്തിൻ്റെ സവിശേഷത, അതുപോലെ തന്നെ ഭാഷയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം, ഇതേക്കുറിച്ചൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭാഷ എങ്ങനെയാണ് വളർന്നു വന്നത്, ഭാഷയുടെ പ്രത്യേകത, ഭാഷയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ പ്രത്യേകത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തേക്ക് പോകാം. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം, OV വിജയൻ്റെ അതിപ്രശസ്തമായ നോവലായിട്ടുള്ള ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു കഥ പറയാ, അയാൾ പറഞ്ഞു. എന്ത് കഥയാ വേണ്ടത്? കുട്ടികളെല്ലാവരും ഒന്നിച്ചു സംസാരിക്കാൻ തുടങ്ങി. സാർ, സുറുമയിട്ട പെൺകുട്ടി കൈ ഉയർത്തിക്കാട്ടി. പറയൂ, രവി പറഞ്ഞു. സാർ, ആരും ചാകാത്ത കഥ. രവി ചിരിച്ചുപോയി. അവൾ തുടുത്തു. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിന. ശരി, രവി പറഞ്ഞു. രവി കഥ പറയാൻ ഒരുങ്ങി. അപ്പോൾ ഇവിടെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ആ നോവലിലെ കുറച്ച് ഭാഗമാണ്. അപ്പോൾ സാറ് കഥ പറയാൻ തുടങ്ങിയാണ്. അപ്പോൾ എന്ത് കഥയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി കൈ ഉയർത്തിയിട്ട് പറയാണ്, ആരും ചാകാത്ത കഥയെന്ന്. അതായത് സാധാരണ കുട്ടി കേട്ട് പഴകിയ അല്ലെങ്കിൽ ശീലിച്ചിട്ടുള്ള കഥകൾ എല്ലാം തന്നെ ആരെങ്കിലും മരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കഥകളായിരിക്കും. അതുകൊണ്ടാണ് അതൊരു നിസ്സാര കാര്യമായി നമ്മൾ കരുതേണ്ടതില്ല. ആരും ചാകാത്ത കഥ വേണമെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് അത്രത്തോളം അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥ, ആരും ചാകാത്ത ഒരു കഥ അവൾ കേട്ട് ശീലിച്ചിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അതിന് മറുപടിയായി രവി പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു കഥ പറയാനായിട്ട് രവി തുടങ്ങുകയാണ്. രവി കഥ പറയാൻ ഒരുങ്ങിയ കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കുറച്ച് ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സാഹിത്യ രചനകൾ, എത്രത്തോളം കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ എല്ലാവരുടെയും മനസ്സിൽ സാഹിത്യകൃതികൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഭാഷ വളർന്നത് തന്നെ സാഹിത്യ രചനകളിലൂടെ തന്നെയാണ്. കഥയും കവിതയും ഒക്കെയായി, നാടകവും ഒക്കെയായി പലതും വളർന്നത്, എല്ലാ ദേശത്തെയും ഭാഷ വളരുന്നത് സാഹിത്യകൃതികളിലൂടെ തന്നെയാണ്. ഈ സാഹിത്യകൃതികളൊക്കെ തന്നെ അരങ്ങിലുള്ള ഓരോ കലാരൂപങ്ങളുടെയും പിന്നിൽ സാഹിത്യ രചനകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ട്. ഒരുപാട് കലാരൂപങ്ങൾക്ക് തന്നെയും അവയ്ക്ക് അത്രത്തോളം മൂല്യം ലഭിക്കാൻ തന്നെ കാരണം പല സാഹിത്യകൃതികളുമാണ്, അല്ലെങ്കിൽ ആ രചനകളാണ്, അതിന് പിന്നിലുള്ള രചനകളാണ്. അപ്പോൾ ഇപ്പോൾ കഥകളിക്ക് നമ്മൾ പറയുമ്പോൾ, കഥകളി ഒരു കലാരൂപമാണ്. അത് നമ്മൾ പറയുമ്പോൾ അത് അരങ്ങത്തുള്ള ഒരു കലാരൂപമാണ്. അതിന് പിന്നിൽ ആട്ടക്കഥ എന്നൊരു അതിൻ്റെ ഒരു തിരക്കഥയുണ്ട്. അതുപോലെ നാടകമായിക്കൊള്ളട്ടെ, എല്ലാത്തിനും കൃത്യമായൊരു തിരക്കഥയുണ്ട്. അതിൻ്റെ കൂടി സവിശേഷതയാണ്, ആ രചനയുടെ കൂടി സവിശേഷതയാണ് ആ കലാരൂപങ്ങൾക്ക് തന്നെ ഒരു
പ്രാധാന്യം കൈവരാൻ കാരണം. അപ്പോൾ ഇവിടെ ഈ നോവൽ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ ഉള്ളിൽ പോലും ആരും ചാകാത്ത കഥ വേണമെന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു രചനയ്ക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതിന് ഉദാഹരണം തന്നെ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം, ചർച്ച ചെയ്യുക. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അല്ലേ? കഥ മാത്രമല്ല, എന്ത് ആണെങ്കിലും ഒരാൾക്ക് മറ്റൊരാളോട് സംവദിക്കണമെങ്കിൽ തീർച്ചയായും ഭാഷ വേണം. പക്ഷേ അത് കുറച്ചുകൂടി വൈകാരികമാണെങ്കിലോ, നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ തീവ്രമായി തോന്നണമെങ്കിൽ തീർച്ചയായും അത് മാതൃഭാഷയിലായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാ ഭാഷകളും നമുക്ക് ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞ് എല്ലാ ഭാഷയിലൂടെയും നമുക്ക് അത് സംവദിക്കാൻ കഴിയുമെങ്കിലും പക്ഷേ അതിൻ്റെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ വൈകാരികമായിട്ടുള്ള തലം മനസ്സിലാകണമെങ്കിൽ തീർച്ചയായും മാതൃഭാഷ തന്നെ വേണം. അപ്പോൾ മാതൃഭാഷയുടെ മഹത്വത്തെയാണ് ഇവിടെ കുറിക്കുന്നത്. അപ്പോൾ മലയാളികൾക്ക് നമ്മുടെ മാതൃഭാഷ എന്നത് മലയാളമാണ് അല്ലേ? നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. അങ്ങനെ തമിഴർക്ക് തമിഴാണ്. അങ്ങനെ ഓരോ നാട്ടിലും അവരവരുടേതായ മാതൃഭാഷ അവർക്ക് അത്രത്തോളം വൈകാരികത ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത്രത്തോളം അവർക്ക് പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. അവരുടെ എന്ത് കാര്യങ്ങളും വൈകാരിക തലങ്ങളിലേക്ക് അത് കൊണ്ടുപോകണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും അവരുടെ മാതൃഭാഷയിൽ ആയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പല കൃതികളും എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത്. ആ ഭാഷ ചിലപ്പോൾ മലയാളത്തിലുള്ള ഒരു കൃതി മലയാളത്തിൽ വായിക്കാൻ അറിയാമെങ്കിലും വേറൊരു ഭാഷയിലേക്ക്, അത് സ്വന്തം മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അത് ആസ്വാദ്യകരമാകുന്നത്, അതിൻ്റെ വൈകാരിക തലം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാ നാട്ടുകാർക്കും അവരുടെ മാതൃഭാഷ എന്നത് അത്രത്തോളം വൈകാരികത ഉണർത്തുന്ന ഒന്നാണ്, അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്ത് കാര്യവും നമുക്ക് വൈകാരികമായ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും മാതൃഭാഷയായ മലയാളത്തിൻ്റെ അനിവാര്യത വളരെ അത്യാവശ്യം ആണ്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ അതിന് മറുപടി എഴുതാൻ. തീർച്ചയായും മാതൃഭാഷയുടെ മഹത്വത്തെ കുറിക്കുന്ന എന്തെങ്കിലും ഒരു ചോദ്യം തീർച്ചയായും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ പാഠഭാഗത്തേക്ക് പോകാം. കഥകൾ അതിമോഹനം എന്നതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. അപ്പോൾ നമുക്കറിയാം ഇത് ഏത് ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ്? ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്, അതിലെ ദ്രോണപർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എഴുത്തച്ഛൻ്റെയാണ്. നമുക്കറിയാം 2 കിളിപ്പാട്ടാണുള്ളത്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ടും അധ്യാത്മരാമായണം കിളിപ്പാട്ടും. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ ദ്രോണപർവ്വത്തിൽ 18 പർവ്വങ്ങളാണുള്ളത്. ഇതിൽ ദ്രോണപർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 7ാമത്തെ പർവ്വമായിട്ടുള്ള ദ്രോണപർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാഠഭാഗത്ത് ആദ്യം തന്നെ കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങൾ, ഭാഷയുടെ ചിറകിലും എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? തീർച്ചയായും കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ആരാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ആധുനിക മലയാള ഭാഷയുടെ പിതാവ് കൂടിയായ എഴുത്തച്ഛനാണ്. അപ്പോൾ കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങൾ. നമുക്കറിയാം കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് കിളിയെക്കൊണ്ട് മറുപടി പറയുന്ന രീതിയിലാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം. അങ്ങനെയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ആ രചനാരീതി. അപ്പോൾ ആ ഒരു രീതിയിൽ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്നത് ആദ്യമായി ആരാണ് ആ രചനാ രീതി തിരഞ്ഞെടുത്തത്? എഴുത്തച്ഛനാണ്. അക്കാലത്ത് പലതരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളുമൊക്കെ നേരിടുന്ന സമയത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഉപാധിയാണ് തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ കഥ പറയുമ്പോൾ ഈ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ കാവ്യങ്ങളെല്ലാം തന്നെ വളരെ രസകരമായിട്ടാണ്, സാധാരണക്കാരനു കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഏത് വലിയ ഗഗനങ്ങളായിട്ടുള്ള ഇതിഹാസങ്ങളെയും സാധാരണക്കാർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കിളിയോട് കഥ ചോദിക്കുന്ന രീതിയിൽ ഇതിൻ്റെ രചനാരീതി തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ ആ കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ എന്താണ്? 100 വർണ്ണങ്ങളാണ്. ആ കഥ പറയുന്ന കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭാഷയുടെ ചിറകിലും
ആ ഭാഷയുടെ ചിറകിലും എന്താണ് 100 വർണ്ണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെയും മലയാള ഭാഷയുടെയും സൗന്ദര്യത്തെ എടുത്തു കാണിക്കുന്ന വരികളാണിവ. അപ്പോൾ ഇത് കിളിപ്പാട്ട് പ്രസ്ഥാനവുമായി എഴുത്തച്ഛൻ്റെ ഭാഷാ ശൈലിയുമായി കോർത്ത് വെക്കാവുന്ന വരികളാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കവി പരിചയം, എഴുത്തച്ഛനെക്കുറിച്ച് അറിഞ്ഞിട്ട് പാഠഭാഗത്തേക്ക് വരാം. കഥകൾ അതിമോഹനം. പഞ്ചവർണ്ണ കിളിപ്പെൺകിടാവി തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്കപ്പറകനി നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലുമിച്ചയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറുമിളനീരും പാലും മധുവും കുടിച്ചാലുമാവോളം. ഭീഷ്മസമാന നരീനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറെ തോറ്റ സുയോധനനാദികളാകിയ 100 പേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. വൻപനാം കർണനോടാശു സുയോധനൻപൊടു സേനാപതിയാക നീ എന്നാൻ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകില്ലാരോടും. ദ്രോണരാമാചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതു പട. മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനനിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു മന്നവ സങ്കടമുണ്ടാകയില്ലേതും. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ദ്രോണപർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗം. അപ്പോൾ ഇത് 2 ഭാഗമായിട്ട് നമുക്ക് നോക്കാം. 2 ഭാഗമായി ഇതിൻ്റെ ആശയം നമുക്ക് നോക്കാം. ആദ്യം കവി പഞ്ചവർണ്ണക്കിളിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. പഞ്ചവർണ്ണക്കിളിയും കവിയും തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യ ഭാഗത്ത്. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്കപ്പറക നീ. പഞ്ചവർണ്ണക്കിളിയോട് കവി പറയുകയാണ്, എൻ്റെ ചെവി രണ്ടും കുളിർക്കെ നീ പറയുക, എനിക്ക് കർണസുഖം ലഭിക്കുമാറ് നീ പറയുക. അപ്പോൾ എന്തോ ഒരു ചോദ്യമാണ് കിളിയോട് കവി ചോദിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുൻപായി കവി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കിളിക്ക് നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി. നെഞ്ചം തെളിഞ്ഞ് കുറുക്കി കൊഴുത്ത പാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്നായി കുറുകിയ പാല്. അതിൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി. ആ പാലിൽ കുറുകിയ ആ പാലിൽ പഞ്ചസാരയുടെ പൊടിയും കൂടി കൂട്ടി കുഴമ്പ് രൂപത്തിലാക്കി. പിന്നീടോ
നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ, മെല്ലെ തിരുമിയുടച്ച് തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ. പിന്നീട് എന്താണ് ചെയ്തത്? നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു പിടിച്ച് അത് മെല്ലെ തിരുമിയുടച്ച് അതിൽ തേൻ വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് അതുപോലെ തന്നെ ഈ കുറുക്കിക്കൊഴുത്ത പാലും വെവ്വേറെ വെള്ളിത്തളികയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മേടിച്ചിട്ടുണ്ട്, വെവ്വേറെ പകർന്ന് വെച്ചിട്ടുണ്ട്. ആർക്കാണ്? കിളിക്ക്. ഒന്ന് കുറുക്കി കൊഴുത്ത പാലാണ്, അതിൽ പഞ്ചസാര പൊടി തൂവിയിട്ടുണ്ട്, അത് കുഴമ്പാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ തളികയിൽ എന്താണ്? നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു പിടിച്ച് അത് മെല്ലെ തിരുമിയുടച്ച് അതിൽ തേൻ വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് അതും കൂട്ടിത്തിരുമി വേറൊരു തളികയിൽ വെച്ചിട്ടുണ്ട്. ഏത് തളികയിലാണ്? വെള്ളിത്തളികയിലാണ് വെച്ചിട്ടുള്ളത്. വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നത് ദാഹമുണ്ടെങ്കിലോ, നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം. ഇത് രണ്ടും ഭുജിച്ചിട്ടും അത് കഴിച്ചതിന് ശേഷവും നിനക്ക് ദാഹമുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറുണ്ട്, ഇളനീരുണ്ട്, പാലുണ്ട്, മധുവുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് കുടിച്ച് ആവോളം നിൻ്റെ ദാഹം തീർത്താലും എന്നാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഭാഗം നോക്കാം. ഭീഷ്മ സമാന നരിനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറെ തോറ്റ സുയോധനനാദികളാകിയ 100 പേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ. അപ്പോൾ കിളിയോട് ചോദിക്കുകയാണ്. നേരത്തെ തന്നെ ഉത്തരം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കവി കിളിക്ക് ആവശ്യമായ വിശിഷ്ട ഭോജ്യങ്ങളൊക്കെ നൽകി. ആദ്യം തന്നെ കിളിയോട് കർണസുഖത്തോടെ മറുപടി പറയാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ചോദ്യം ഇവിടെയാണ് ചോദിക്കുന്നത്. ഭീഷ്മർ എന്താണ്? ശത്രുക്കളുടെ ചതി മൂലം ശരശയനത്തിന്മേൽ വീണ് കിടക്കുകയാണ്. അപ്പോൾ തോറ്റുപോയ സുയോധനനടക്കമുള്ള 100 പേര്, 100 പേര് എന്ന് ഉദ്ദേശിക്കുന്നത് 100 പേര്, കൗരവർ 100 പേര് എന്താണ് അപ്പോൾ ചെയ്തത് എന്ന് കിളിയോട് ചോദിക്കുകയാണ്. അതിന് നീ മറുപടി പറയൂ എന്നാണ് കിളിയോട് ചോദിക്കുന്നത്. അപ്പം കിളി മറുപടി പറയുകയാണ്. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. എനിക്ക് അത് പറയാൻ കഴിയില്ലെങ്കിലും ഞാനത് എന്ത് ചെയ്യാം? വളരെ ചുരുക്കി അതിന് മറുപടി പറയാം. വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാക നീയെന്നാൻ. വൻപനായ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള കർണനോട് സുയോധനൻ ചോദിച്ചു, ആശു ചോദിച്ചു. എന്താണ് ചോദിച്ചത്? അൻപോടാണ് ചോദിച്ചത്, സ്നേഹത്തോടു കൂടിയാണ് ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? സേനാധിപതിയാകാൻ. നീ എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ സൈന്യത്തിൻ്റെ സേനാധിപതിയാകാനായിട്ട് കർണനോട് കൗരവരുടെ ഏറ്റവും മുതിർന്ന ജ്യേഷ്ഠനായിട്ടുള്ള സുയോധനൻ, ദുര്യോധനനാണ്. സുയോധനൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദുര്യോധനനെയാണ്. ദുര്യോധനൻ ചോദിക്കുകയാണ്, നീ എൻ്റെ സൈന്യത്തിൻ്റെ സേനാപതിയാകാൻ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. കർണൻ അപ്പോൾ ഒരു ചിരിയോടുകൂടി, ഒരു മന്ദസ്മിതത്തോടു കൂടി പറയുകയാണ്, കർണസുഖം ഞാൻ പറകയില്ലാരോടും. കർണസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുൻപേ തന്നെ വരിയിൽ കണ്ടു. കിളിയോട് കർണസുഖത്തോടു കൂടി ഉത്തരം പറയാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ കർണസുഖം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതല്ല. വെറുതെ പാഴ്വാക്ക് ഞാൻ ആരോടും പറയില്ല, ആരുടെയെങ്കിലും പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഞാനും ആരോടും ഒരു പാഴ്വാക്ക് പറയില്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കർണസുഖം എന്നതുകൊണ്ട് ദുഷ്കരമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ദോഷകരമായി ഫലിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കർണസുഖം ഞാൻ പറയില്ല എന്നതുകൊണ്ട് കർണൻ ഉദ്ദേശിക്കുന്നത് ഒരു പാഴ്വാക്ക്, വെറുതെ പാഴ്വാക്ക് ഞാൻ ആരോടും പറയില്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ഒരു വാക്ക് ഞാൻ വെറുതെ പറയില്ല എന്നാണ് കർണൻ ഉദ്ദേശിക്കുന്നത്. ദ്രോണരാമാചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നതു പട. ദ്രോണരെ പോലെ ഒരു ആചാര്യൻ ഇരിക്കെ എങ്ങനെയാണ് മറ്റുള്ളവർ അദ്ദേഹത്തിന് മുൻപിൽ ഒരു പട നിരത്തുന്നത്? അതായത് എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ദ്രോണർ ഉണ്ട്,
അദ്ദേഹം നിൽക്കുമ്പോൾ എനിക്ക് അവിടെ അദ്ദേഹത്തിനേക്കാൾ താഴെ മാത്രമേ സ്ഥാനമുള്ളൂ. എന്നേക്കാൾ ആചാര്യനായിട്ടുള്ള ദ്രോണർ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് മുൻപിലായി വേറൊരു ശക്തിയും പടനിരത്തില്ല. അപ്പം അത്രയും ശ്രേഷ്ഠനാണ് ദ്രോണർ എന്നാണ് ആര് പറയുന്നത്? കർണൻ ദുര്യോധനനോട് പറയുന്നത്. മന്നവ, മന്നവ എന്ന് ഉദ്ദേശിക്കുന്നത് രാജാവേ എന്നാണ്. മന്നവ കേൾക്ക ഭരദ്വാജനന്ദനൻ. ഭരദ്വാജനന്ദനൻ എന്ന് പറയുന്നത് ഭരദ്വാജ മഹർഷിയുടെ മകനാണ് ദ്രോണർ. അപ്പോൾ ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. ഇന്നുള്ള മറ്റേത് യോദ്ധാക്കളിലും വെച്ച് ഏറ്റവും പ്രബലൻ ആരാണ്? ഭരദ്വാജ നന്ദനായിട്ടുള്ള ദ്രോണരാണ് എന്നാണ് കർണൻ പറയുന്നത്. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട്, മന്നവ സങ്കടമുണ്ടാകയില്ലേതും. പക്ഷേ അംഗരാജ്യം ഞാൻ ഭരിക്കുന്നുണ്ട്. അപ്പോൾ മുന്നേ തന്നെ കർണൻ എന്ത് ചെയ്തിട്ടുണ്ട്? അംഗരാജ്യം, ദുര്യോധനൻ്റെ അംഗരാജ്യം ഭരിക്കുന്നുണ്ട്. അപ്പോൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട, അംഗരാജ്യം ഞാൻ ഭരിക്കുന്നുണ്ട്. കൂടെ സൈന്യാധിപനാകാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് അർഹനല്ല. സൈന്യാധിപനാകാൻ അർഹൻ ആരാണ്? ദ്രോണാചാര്യരാണ്. അദ്ദേഹത്തിനെ തന്നെ ആക്കുക. പക്ഷേ അംഗരാജ്യം ഞാൻ ഭരിച്ചുകൊള്ളാം. അതുകൊണ്ട് ഒരു സൈന്യവും നമുക്ക് എതിരെ വരികയില്ല. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൻ. ഇത് കേട്ട മാനിയായുള്ള സുയോധനൻ എന്ത് ചെയ്തു? ദ്രോണരെ തന്നെ സേനാപതിയായി അഭിഷേകവും ചെയ്തു എന്നതാണ് വരികളുടെ അർത്ഥം. അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടു, കിളിയോട് കവി ആവശ്യപ്പെടുകയാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി നൽകാൻ. അതിന് വേണ്ടിയിട്ട് കിളിക്ക് അദ്ദേഹം വെറുതെ അല്ല, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കിളിയെ അദ്ദേഹം ഒരു കിളിയായി അല്ല കാണുന്നത്, നമ്മൾ കിളിയെ കവിയുടെ മനസാക്ഷി ആയാണ് കാണേണ്ടത്. അപ്പോൾ കിളിക്ക് നൽകേണ്ട വിശിഷ്ട ഭോജ്യങ്ങളൊക്കെ തന്നെയും നൽകിക്കൊണ്ടാണ് ആ മറുപടി അദ്ദേഹം കിളിയിൽ നിന്ന് വാങ്ങുന്നത്. ചോദ്യം ചോദിക്കുന്നത് പിന്നീടാണ്. ഭീഷ്മർ ശൈരശയനത്തിൽ കിടക്കുമ്പോൾ 100 പേരടങ്ങിയ കൗരവർ, സുയോധനൻ നാഥനായിട്ടുള്ള ആ കൗരവർ എന്താണ് ചെയ്തത് എന്നാണ് കിളിയോട് ചോദിക്കുന്നത്. അപ്പോൾ കിളി പറയുന്ന മറുപടിയാണ്, ദുര്യോധനൻ അപ്പോൾ എന്ത് ചെയ്തു? വൻപനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള കർണനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ സൈന്യത്തിൻ്റെ സേനാപതിയാകാൻ. പക്ഷേ സ്നേഹപൂർവ്വം തന്നെ കർണൻ അത് നിരസിക്കുകയും തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ദ്രോണർക്ക് ആ പദവി നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മാനിയായുള്ള ദുര്യോധനൻ എന്ത് ചെയ്യുന്നു? ദ്രോണരെ തന്നെ സൈന്യത്തിൻ്റെ അധിപനായി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. അർത്ഥം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി ആശയത്തിലേക്ക് പോകാം. ഈ അർത്ഥം അല്ല നമ്മൾ എഴുതി വെക്കേണ്ടത്, ആശയമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത് ആശയമാണ്. അപ്പോൾ നമുക്ക് ആശയം എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുകയോ മനസ്സിലാക്കുകയോ ചെയ്യുക. അപ്പോൾ അർത്ഥം ഇതാണ്. ഇനി നമുക്ക് ആശയത്തിലേക്ക് പോകാം.